അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 17 വെള്ളിയാഴ്ച. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിൻ സ്വീകരിച്ചവർക്കും പാർശ്വഫലങ്ങളെന്ന് പഠനം. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ഭാരത് ബയോടെക് പുറത്തിറക്കിയ കോവാക്സിൻ എടുത്ത 3-ൽ-1 പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത്. ശ്വാസകോശാണുബാധ, ഹൃദയാഘാതം, ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തുവെന്നും പഠനത്തിലുണ്ട്. ജർമ്മനി ആസ്ഥാനമായുള്ള സ്പ്രിംഗർ ഇങ്ക് എന്ന ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നേരത്തെ വിദേശത്ത് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് അസാധാരണ നടപടിയല്ലെന്ന് സുപ്രീം കോടതി. പ്രത്യേക പരിഗണന കെജ്രിവാളിന് നൽകിയെന്ന വാദവും സുപ്രീം കോടതി നിഷേധിച്ചു. അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അമിത്ഷായുടെ വിമർശനത്തിനുള്ള മറുപടിയാണ് കോടതി നൽകിയത്. ജൂൺ 1 വരെയാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 4 വയസ്സുകാരിക്ക് 6ാം വിരൽ നീക്കം ചെയ്യുന്നതിന് പകരം നാവിനെ ശസ്ത്രക്രിയ ചെയ്തെന്ന പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന സംഭവത്തെപ്പറ്റി അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തെന്ന വാർത്ത തെറ്റിദ്ധാരണജനകമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. 6ാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിക്ക് നാക്കിനടിയിലായി കെട്ട് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 6ാം വിരലിന്റെ ശസ്ത്രക്രിയ അപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനാൽ അതും ചെയ്യുകയായിരുന്നു അസോസിയേഷൻ അറിയിച്ചു. പിഞ്ചുകുഞ്ഞിന്റെ വിരലിന് പകരം നാവ് മുറിക്കുന്നതാണോ സർക്കാർ കെട്ടിഘോഷിക്കുന്ന നമ്പർ 1 കേരളമെന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ വകുപ്പുകളിലെന്ന പോലെ ആരോഗ്യ വകുപ്പിലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതിയാണെന്നും കാലങ്ങൾ കൊണ്ട് കേരളം ആരോഗ്യ മേഖലകളിൽ ആർജിച്ചെടുത്ത നേട്ടങ്ങൾ നിരന്തരം ഇല്ലാതാക്കുകയെന്നതാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് 4 വർഷ ബിരുദ പരിപാടിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കലാലയങ്ങളിൽ നൈപുണ്യ വികസന സെന്ററുകൾ ആരംഭിക്കുമെന്നും സംവാദാത്മകമായ ക്ലാസ് മുറികൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. താൽപര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും. 4 വർഷ ബിരുദ സംബന്ധിച്ച് അവബോധം നൽകാനായി സംഘടിപ്പിച്ച ഓറിയന്റേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിൽ വ്യാപക വെള്ളക്കെട്ട്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം ആരംഭിച്ച കനത്ത മഴയിൽ തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി. 9 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഇന്നു മുതൽ പുനഃസ്ഥാപിച്ചു. രാവിലെ 8 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമായിരിക്കും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുക. ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയുടെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വനിതാ കമ്മീഷൻ. അതിജീവിത മരിച്ചത് കഴുത്ത് ഞെരിഞ്ഞ് ശ്വാസം മുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള കെട്ടിട വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തരുതെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കുട്ടികളുടെ സുരക്ഷയാണ് പ്രധാനം. ജൂൺ 3 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി.
കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ മറ്റ് 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി കെ രതീശന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് പങ്കാളികളാണ് പിടിയിലായത്. സൊസൈറ്റി സെക്രട്ടറി രതീശൻ ഈ സംഘാംഗങ്ങൾക്ക് തുക കൈമാറിയ ബാങ്ക് ഇടപാടുകൾ പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. സംസ്ഥാനത്ത് കനത്ത വരൾച്ചയിൽ 257 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായതായി റിപ്പോർട്ടുകൾ. കർഷകരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇടുക്കിയിൽ വൻതോതിൽ കൃഷിനാശമുണ്ടായ പ്രദേശങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. കൃഷിമന്ത്രി പി പ്രസാദിനൊപ്പം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ജനപ്രതിനിധികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. ഓപ്പറേഷൻ എപ്പറ്റൈറ്റ് എന്ന പേരിൽ രാവിലെ 11 മണി മുതലാണ് പരിശോധന നടന്നത്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനാണ് പരിശോധന നടന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടോ എന്ന സംശയത്തിൽ നിരീക്ഷണത്തിലായിരുന്ന 4 കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. അതേസമയം മുന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇതേ ലക്ഷണങ്ങളോടെ 2 ദിവസം മുമ്പാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 5 വയസ്സുകാരിക്ക് മലപ്പുറം കടലുണ്ടി പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിറക്കലിനായി 4 ക്രെയിനുകൾ കൂടി തുറമുഖത്ത് എത്തിച്ചു. ഇനി കൊളംബോയിൽ നിന്ന് ഈ മാസം ഒരു യാർഡ് ക്രെയിൻ കൂടി എത്തിക്കുന്നതോടെ 32 ക്രെയിനുകളാകുമെന്ന് തുറമുഖ കമ്പനി അധികൃതർ പറഞ്ഞു. പെരുമ്പാവൂർ വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത ബാധയിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ NSK ഉമേഷ്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ ജല അതോറിറ്റിയുടെ വീഴ്ചയാണ് വ്യാപക മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി. എന്നാൽ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിരുന്നില്ല. വേങ്ങൂർ പഞ്ചായത്തിൽ 200-ൽ അധികം പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകി. ഗുണ്ടകൾക്കും സാമൂഹിക വിരുദ്ധർക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ സംസ്ഥാനത്ത് പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 243 പേർ അറസ്റ്റിലായി. വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും വാറണ്ട് കേസിലെ പ്രതികളുമാണ് അറസ്റ്റിലായത്. സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാഭാരത യുദ്ധത്തിന് സമാനമാണെന്നും യുദ്ധത്തിൽ NDA സഖ്യം പാണ്ഡവ പടയാണെന്നും ഇന്ത്യ സഖ്യം കൗരവ പടയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതേസമയം ബീഹാർ സീതാമാതാവിന്റെ ഭൂമിയാണെന്നും ഇവിടെ പശുക്കടത്തോ ഗോവധമോ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്നും ഇത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണെന്നും അമിത്ഷാ പറഞ്ഞു. അല്പം ചൂടുകൂടിയാൽ ബാങ്കോക്കിലും തായ്ലൻഡിലും അവധി ആഘോഷിക്കാൻ പോകുന്ന രാഹുലിനെ ബീഹാറിനെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്നും ബീഹാറിലെ മധുബനിയിൽ പൊതുജന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞു. വെള്ളം സംഭരിക്കുന്ന വലിയ ടാങ്കിൽ കുളിക്കാൻ പോയ കർണാടക ഹാസനിലെ 4 കുട്ടികൾ മുങ്ങി മരിച്ചു. ആളൂർ താലൂക്കിലെ മുത്തികൈ ഗ്രാമത്തിലാണ് അപകടം. ആളൂർ സ്വദേശികളായ ജീവൻ, പൃഥ്വി, വിശ്വ, സാത്വിക് എന്നീ കുട്ടികളാണ് മരിച്ചത്. ഒരു കുട്ടി മുങ്ങിപ്പോയതോടെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റു കുട്ടികളും അപകടത്തിൽപ്പെടുകയായിരുന്നു. ജാമ്യം ലഭിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസ്താവന ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കെജ്രിവാളിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ED സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ തനിക്ക് ജയിലിലേക്ക് മടങ്ങേണ്ടി വരില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ജനങ്ങളോട് കെജ്രിവാൾ പറഞ്ഞത്. പശ്ചിമബംഗാളിലെ മാൾഡയിൽ ഇടിമിന്നലേറ്റ് 3 കുട്ടികളടക്കം 11 പേർ മരിച്ചു. 2 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 2 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 പേർ മരിക്കാനിടയായ മുംബൈ പരസ്യ ബോർഡ് ദുരന്തത്തിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ച കമ്പനിയുടെ ഡയറക്ടർ ഭാവേഷ് ബിന്റെ അറസ്റ്റിൽ. മുംബൈ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 40 അടിയിൽ കൂടുതൽ വലിപ്പത്തിലുള്ള പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാൻ മുംബൈയിൽ BMC നിർദ്ദേശം നൽകി. ഗാഡ്കോപ്പറിൽ കഴിഞ്ഞ ദിവസമാണ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് 120 അടിയിലധികം വലിപ്പത്തിലുള്ള ബോർഡ് വീണ് 16 പേർ കൊല്ലപ്പെട്ടത്. മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ പൊടിക്കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത്. ഇതിനെ തുടർന്നാണ് നടപടി.
കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിനെതിരെ സ്വാതി മലിവാൾ പോലീസിൽ പരാതി നൽകി. കെജ്രിവാളിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയ സമയത്ത് അതിക്രമം നേരിട്ടുവെന്ന് കാട്ടിയാണ് സ്വാതിയുടെ പരാതി. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് സ്വാതി ആവശ്യപ്പെടുന്നത്. അതേസമയം സ്വാതി മലിവാളിന്റെ പരാതി ലഭിച്ച പോലീസ് വൈഭവ് കുമാറിനെതിരെ കേസെടുത്തു. ഇന്ത്യ സഖ്യത്തിനുള്ള പിന്തുണ ആവർത്തിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി തന്റെ പാർട്ടി ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് ഹാൽദിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അവർ വ്യക്തമാക്കി. എന്നാൽ ഈ യു-ടേൺ വിശ്വസിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ ബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയുടെ അഭിപ്രായം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കളി ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ടു. ഇതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 15 പോയിന്റുമായി പ്ലേ ഓഫിലെത്തുന്ന മൂന്നാമത്തെ ടീമായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും നേരത്തെ പ്ലേ ഓഫിലെത്തിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.